പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതം നൽകി അനുഗ്രഹിച്ചതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവായിരിക്കണം നമ്മുടെ ആനന്ദം. പരിശുദ്ധ കന്യാമറിയം സ്തോത്രഗീതത്തിൽ പറയുമല്ലോ, എൻ്റെ ആത്മാവ് കർത്താവിനെ വാഴ്ത്തുന്നു, എൻ്റെ അന്തരംഗം അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുന്നു. അതുപോലെ കർത്താവിനെ പുകഴ്ത്താനും കർത്താവിൽ ആനന്ദം കണ്ടെത്താനും കർത്താവിനോടുള്ള സ്നേഹത്തിൽ ജീവിക്കാനും നമുക്ക് സാധിക്കണം. ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും വസ്തുക്കളിലോ വ്യക്തികളിലോ ആണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ അതെല്ലാം നൈമിഷികമാണ്. ഇന്ന് ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരാനുള്ള കൃപയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ പണത്തിലോ, നമ്മുടെ ജോലിയിലോ, നമ്മുടെ കഴിവിലോ, നമ്മുടെ സൗന്ദര്യത്തിലോ, നമ്മുടെ മക്കളിലോ, ബാങ്ക് ബാലൻസിലോ ഒന്നുമല്ല നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ടത്. നൈമിഷികമായ മറ്റൊന്നിലും അല്ല ആനന്ദം കണ്ടെത്തേണ്ടത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലാണ്. അത് അനശ്വരമായ ആനന്ദമാണ്. ലോകത്തോടുള്ള മമതകള് നശ്വരമായ ആനന്ദം മാത്രമാണ്, നൈമിഷികമായ ആനന്ദം മാത്രമാണ് നമുക്ക് പകർന്നു നൽകുക. വചനം പറയുന്നുണ്ടല്ലോ, സങ്കീർത്തനം 37:4-5, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് വരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. കർത്താവിൽ ആനന്ദിക്കട്ടോ. നിനക്ക് ആനന്ദിക്കാൻ ഒരു വകയില്ലെങ്കിലും അച്ഛൻ പറയാണ്, കർത്താവിൽ ആനന്ദിക്കുക. കഴുത്തൊപ്പം കടമാണെങ്കിലും കുടുംബത്തിലൊരു സമാധാനം ഇല്ലെങ്കിലും ജീവിതത്തിലൊരു ആനന്ദമില്ലെങ്കിലും ഈശോയിൽ ആനന്ദിക്കാൻ പഠിക്കുക. ഈശോയിലേക്ക് നിന്റെ ജീവിതം സമർപ്പിക്കുക. അവിടെ നിന്ന് നിന്നെ നോക്കിക്കൊള്ളുന്ന വചനം പറയുക. കർത്താവ് ഇന്ന് മുഴുവനും നിന്നെ നോക്കൂ കേട്ടോ. ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ധൈര്യമായിട്ടിരിക്കണം കേട്ടോ. സമാധാനമായിട്ടിരിക്കണം. ഈശോ നിന്റെ വലത്ത് കരം പിടിക്കും. നീ നടക്കുമ്പോൾ കർത്താവ് നിന്റെ കൂടെ നടക്കും. എല്ലാ അപകടങ്ങളിൽ നിന്ന് കർത്താവ് ഇന്ന് നിന്നെ കാത്ത് സംരക്ഷിക്കും. സർവ്വ അനുഗ്രഹങ്ങളും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും കർത്താവ് നിനക്കിന്ന് പ്രദാനം ചെയ്യട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, കർത്താവേ അങ്ങാണ് എൻ്റെ ആനന്ദം. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.